എൻ്റെ വീട്ടുകാർ ഗബ്രിയെ കണ്ടാൽ തല്ലിക്കൊല്ലാൻ നിൽക്കുകയാണെന്ന് പലരും പറഞ്ഞു. ഇപ്പോൾ ഗബ്രിയുടെ കൂടെ ഞാൻ സന്തുഷ്ടയാണെന്ന് ജാസ്മിൻ. ബിഗ് ബോസ് മലയാളത്തിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരരായി മാറിയ താരങ്ങളാണ് ഗബ്രിയും ജാസ്മിനും. ഇക്കഴിഞ്ഞ 6ാം സീസണിലാണ് ഇരുവരും മത്സരിച്ചത്. ഷോ തുടങ്ങിയ ആദ്യ നാളുകൾ മുതൽ താരങ്ങൾ സൗഹൃദത്തിലായി. ഇത് പ്രണയമാണെന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ നിന്നും വലിയ വിമർശനങ്ങളാണ് ഇരുവർക്കും നേരിടേണ്ടി വന്നത്. മത്സരത്തിനു ശേഷം ഗബ്രി ജാസ്മിനെ ചതിക്കുമെന്നും അവളുടെ കരിയർ അടക്കം എല്ലാം നഷ്ടപ്പെടുമെന്നുമായിരുന്നു കമന്റുകൾ. പക്ഷേ ബിഗ് ബോസിനു ശേഷം ഇരുവരും അടുത്ത സുഹൃത്തുക്കളായി കഴിയുകയാണ്. ഒരുമിച്ച് യാത്ര ചെയ്യുകയും വ്ലോഗ് ചെയ്യുകയുമാണ് താരങ്ങൾ. ഇതിനിടെ ആരാധകർക്കുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായി പുതിയ Q&Aയുമായി എത്തിയിരിക്കുകയാണ് ഇവർ. ഞങ്ങൾക്ക് ചില ശാപങ്ങളുണ്ടെന്ന് പറഞ്ഞാണ് ഗബ്രിയും ജാസ്മിനും സംസാരിച്ചു തുടങ്ങിയത്. എപ്പോൾ Q&A പ്ലാൻ ചെയ്താലും അത് മുടങ്ങിപ്പോവും. നേരത്തെ ക്യാമറ ഓണാക്കി ഞങ്ങൾ ഇരുന്നതാണ്, എന്നിട്ടും അത് നടക്കാതെ വന്നു. അതുപോലെ ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്താൽ അതും മുടങ്ങിപ്പോവും. റീൽസ് എടുക്കാൻ നോക്കിയാലും അതിൻ്റെ അവസ്ഥയും അങ്ങനെ തന്നെ. നമ്മളെല്ലാം സെറ്റ് ചെയ്ത് അവസാന നിമിഷം അത് മുടങ്ങിപ്പോകുമെന്ന് ഗബ്രി പറയുന്നു. ഗബ്രി ജാസ്മിന് കംഫർട്ട് സോൺ ആണോ എന്നതായിരുന്നു ആദ്യത്തെ ചോദ്യം. ഞങ്ങൾ 1 മണിക്കൂർ ഒരുമിച്ചുണ്ടെങ്കിൽ അതിൽ 45 മിനിറ്റ് നല്ല സുഹൃത്തുക്കളെ പോലെ ആയിരിക്കും. അതിൽ 15 മിനിറ്റ് വലിയ അടിയായിരിക്കും. ബിഗ് ബോസിൽ നിങ്ങൾ കണ്ടതുപോലെ ഞങ്ങൾ തമ്മിൽ വഴക്ക് കൂടുന്നത് ഒരു കാരണവുമില്ലാതെയാണ്. ഗബ്രിയുടെ കൂടെയുള്ളപ്പോൾ ഞാൻ ഹാപ്പിയാണ്, പക്ഷേ അടിയും വഴക്കുമൊക്കെ ഉണ്ടാവാറുണ്ടെന്ന് ജാസ്മിൻ പറയുന്നു. ഗബ്രി കൂടെയുള്ളപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷവതിയാണ്. എനിക്ക് കൂടുതൽ സുഹൃത്തുക്കളൊന്നുമില്ല. ഇവൻ വന്നതിനു ശേഷമാണ് ഞാൻ ലോകം കാണാൻ തുടങ്ങിയത്. കേരളം വിട്ട് ഞാൻ പുറത്തൊന്നും പോയിട്ടില്ല. അതെല്ലാം ഗബ്രി വന്നതോടെയാണ്. അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ വീട്ടുകാരും ഗബ്രിയുമാണ് ഇപ്പോഴത്തെ എൻ്റെ കംഫർട്ട് സോൺ. ഞങ്ങൾ തമ്മിൽ 3 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. ഗബ്രിക്കിപ്പോൾ 27 വയസ്സും എനിക്ക് 24 വയസ്സുമായി. രണ്ടാളും ഒരുമിച്ചുള്ള പ്രൊജക്റ്റുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. തൻ്റെ ലക്ഷ്യം സിനിമ മാത്രമാണെന്നാണ് ഗബ്രി പറയുന്നത്. കഴിഞ്ഞ 2 വർഷമായി തനിക്ക് പ്ലാനുകൾ ഒന്നുമില്ലെന്ന് ജാസ്മിനും പറയുന്നു. കാരണം താൻ എന്താഗ്രഹിച്ചാലും അതൊന്നും നടക്കാറില്ല. അതുകൊണ്ട് നടക്കുന്നത് പോലെ നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അത് നടക്കണം, ഇത് ചെയ്യണം എന്നുള്ള പദ്ധതികളൊന്നും തനിക്കില്ലെന്ന് ജാസ്മിൻ കൂട്ടിച്ചേർത്തു. ഞങ്ങളുടെ രണ്ടാളുടെയും ഫാമിലികൾ തമ്മിൽ ഇതുവരെ കണ്ടുമുട്ടിയിട്ടില്ല. പക്ഷേ ഗബ്രി എൻ്റെ വീട്ടിൽ വരികയും മാതാപിതാക്കളെ കാണുകയും ഞാൻ ഗബ്രിയുടെ വീട്ടിൽ പോവുകയും മമ്മി ഉണ്ടാക്കി തരുന്ന ഭക്ഷണം കഴിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ ആൾ പറയുന്നത് ജാസ്മിൻ്റെ ഫാമിലി എന്നെ കണ്ടാൽ അടിച്ചു കൊല്ലാൻ നിൽക്കുകയാണെന്നൊക്കെയാണ്. എന്താണ് ഏതാണെന്നൊന്നും അറിയാതെ അത് പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് ആളുകൾ അങ്ങനെ പറയുന്നതെന്നും ഇരുവരും പറയുന്നു.